മലപ്പുറം നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ജൂൺ 19-ന്, വോട്ടെണ്ണൽ ജൂൺ 23-ന്. മെയ് 26-നായിരിക്കും ഇത് സംബന്ധിച്ച് വിജ്ഞാപനം പുറത്തിറങ്ങുക. 4 സംസ്ഥാനങ്ങളിലെ 5 മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. PV അൻവർ രാജിവെച്ച സാഹചര്യത്തിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് വേദിയൊരുങ്ങുന്നത്. 2ാം പിണറായി സർക്കാർ വന്ന ശേഷമുള്ള 5ാമത്തെ ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂർ വേദിയാവുക. ഇതുവരെ നടന്ന 4 ഉപതെരഞ്ഞെടുപ്പിലും UDFും LDFും സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തി. തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും UDF സീറ്റ് നിലനിർത്തിയപ്പോൾ ചേലക്കരയിൽ ഇടതുപക്ഷം സിറ്റിംഗ് സീറ്റിൽ ജയിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇരുമുന്നണികൾക്കും അഭിമാന പ്രശ്നമാണ്. സിറ്റിംഗ് MLA LDFുമായി തെറ്റിപ്പിരിഞ്ഞ് രാജിവെച്ച് UDFിന്റെ വിജയത്തിനായി അംഗത്തിനിറങ്ങുമ്പോൾ സീറ്റ് നിലനിർത്തി മറുപടി നൽകേണ്ടത് CPMനും LDFിനും അഭിമാന പ്രശ്നമാണ്. പഴയ ആര്യാടന്റെ തട്ടകം 9 വർഷത്തിനു ശേഷം തിരിച്ചുപിടിക്കാൻ UDF തയ്യാറെടുക്കുമ്പോൾ സ്ഥാനാർത്ഥി നിർണായകമാകും അവർക്ക് വെല്ലുവിളി. തദ്ദേശ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ നിലമ്പൂർ പിടിക്കേണ്ടത് ഇരുമുന്നണികൾക്കും അഭിമാന പ്രശ്നമാണ്. ആര്യാടന്റെ തട്ടകം PV അൻവറിലൂടെ 2016-ലാണ് LDF ചുവപ്പിച്ചത്. പിണറായിയുടെയും LDFിന്റെയും പ്രത്യേകിച്ച് CPMന്റെയും വിശ്വസ്തനായ PV അൻവർ SP സുജിദാസിനെതിരെയും പിന്നാലെ ADGP അജിത് കുമാറിനെതിരെയും കടുത്ത ആരോപണങ്ങളുമായി രംഗത്ത് വന്നതോടെ നേതൃത്വവുമായി തെറ്റി. വിശ്വസ്തനായ അൻവർ CPMന്റെ ശത്രുവായി എതിർപക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണുള്ളത്. അടുത്ത വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി LDFിനും UDFിനും ഒരുപോലെ നിർണായകമാകുന്ന സീറ്റാണ് നിലമ്പൂരിലേത്. ഭരണപക്ഷത്തോട് ജനങ്ങൾക്ക് എതിർപ്പുണ്ട് എന്ന് തെളിയിക്കാനുള്ള അവസരമായാണ് UDF നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അതേസമയം അൻവർ പോയാലും പാർട്ടിക്ക് ഒന്നും സംഭവിക്കില്ല എന്നും സംസ്ഥാനത്ത് ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് കാണിക്കുന്നതിനായി നിലമ്പൂർ പിടിക്കുക എന്നത് LDFിനും വലിയ വെല്ലുവിളിയാണ്. ഗുജറാത്ത്, പഞ്ചാബ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾക്കൊപ്പമാണ് കേരളത്തിലെയും ഉപതെരഞ്ഞെടുപ്പ് തീയതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചത്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പൂർത്തിയായതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഉപതെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചത്. തെരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ പാർട്ടികൾക്ക് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ നടത്തേണ്ടിവരും. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ്. അക്കരയുടെ പൈതൃകം, ഇക്കരയുടെ കൗതുകം. അൽദാൻ അറേബ്യൻ ബേക്സ്. മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം. രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ്. ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ്. കൂടാതെ ബ്രെഡ്, വീറ്റ് ബ്രെഡ്, ബർഗർ ബൺ, സമൂൺ, ചപ്പാത്തി, പൊറോട്ട, ക്രീം ബൺ, കോക്കനട്ട് ബൺ, റാസ്ക്, ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്.